നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ്. ഇത് ഞാൻ നേരിട്ട് പോയി ചെയ്തതല്ല, എൻ്റെ അടുത്ത് വന്ന ഒരാൾക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് അദ്ദേഹം പറഞ്ഞു എന്നോട്. ഒരു സ്ത്രീയാണ് ഇത് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം ഇവിടെയല്ല, കാനഡയിലാണ്. കുടുംബമായിട്ട് അവിടെയാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. അവിടെ അവർക്കുണ്ടായ ഒരു അനുഭവമാണ്. അപ്പം ഞാനിത് പറയാൻ കാര്യം, എല്ലാവരും പറയും നമുക്ക് മലയാളികൾക്ക് മാത്രമേ പ്രേതമുള്ളൂ, ഭൂതമുള്ളൂ, മന്ത്രവാദമുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യനുള്ള എല്ലാ സ്ഥലങ്ങളിലും, മനുഷ്യനുള്ളിടത്തോളം കാലം ഈ പ്രേതങ്ങളും ഉണ്ടാകും. കാരണം പ്രേതങ്ങൾ വെച്ചാൽ എന്താണ്? അത് ഭൂമിയിൽ പ്രത്യേകിച്ചുണ്ടാകുന്നതല്ല, മരിച്ചു പോകുന്ന മനുഷ്യന്റെ ആത്മാക്കളാണ്. അപ്പൊ എല്ലാ മനുഷ്യന്റെ ആത്മാക്കളും പ്രേതങ്ങളാകുമോ എന്ന് ചോദിച്ചാൽ അല്ല. ദുർമരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ബലിതർപ്പണങ്ങൾ, അത് ഓരോ മതത്തിൻ്റെയും ആചാരം അനുസരിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ കിട്ടാതെ അലഞ്ഞു തിരിയുന്ന, അതായത് മോക്ഷപ്രാപ്തി കിട്ടാതെ നടക്കുന്ന ആത്മാക്കളെയാണ് നമ്മൾ പ്രേതങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നടക്കുന്ന പ്രേതങ്ങൾക്കാണ്, അങ്ങനെ ആകുന്ന പ്രേതങ്ങൾക്കാണ് മനുഷ്യനെ ഇതുപോലെ ഉപദ്രവിക്കാനോ പേടിപ്പിക്കാനോ അവരിലേക്കൊക്കെ എത്താനോ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡിലും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പ്രേതത്തിനെ കണ്ടാൽ ഭയപ്പെടരുത്, പേടിക്കരുത്. പേടിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകൂ. അങ്ങനെ പോയാൽ ഒരു പരിധിക്കപ്പുറം, അത് നമ്മളടുത്ത് വന്നാൽ പോലും നമ്മൾ അതിൻ്റെ തോളിൽ കൈയിട്ടിരുന്നാൽ, ധൈര്യപൂർവ്വം അങ്ങനെ ഇരുന്നാൽ ഒരു കാരണവശാലും ഇത് നമ്മളിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്. അതിന് ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളാണത്. അവരുടെ ഒരു കുടുംബപരമായിട്ട് എൻ്റെ വീഡിയോ കാണാറുണ്ട്. ഭയങ്കര പേടിയായിരുന്നു പ്രേതത്തിനേക്ക്. അവസാനം ഈ വീഡിയോ കണ്ടിട്ടാണ് അതിന് ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയത്. അവർക്കുണ്ടായ ഒരു അനുഭവമാണ് എന്നോട് പറഞ്ഞത്. അതിനുമുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ച് 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ തരാം. അതിനുശേഷം നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കാനഡയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ കാനഡയിൽ അതിൻ്റെ സിറ്റിയിലൊക്കെ, അതായത് പട്ടണ പ്രദേശങ്ങളിലൊന്നും കുറച്ച് സ്ഥലങ്ങൾ വെച്ചിട്ടാണ് വീട് വയ്ക്കുന്നത്. അപ്പൊ അവിടെ ഗവൺമെന്റ് കീഴിൽ തന്നെ ഈ വയസ്സായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സ്ഥലം വെച്ചാൽ ഒരു വലിയ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് അതിന് ചുറ്റുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഇവരുടെ പ്രധാന സിറ്റിയിൽ നിന്നും 200 കിലോമീറ്റർ ദൂരെയാണ്. 200 കിലോമീറ്റർ വെച്ചാൽ ഒരു 100 കിലോമീറ്ററോളം സിറ്റിക്കകത്തൂടെ വന്നിട്ട് പിന്നെ ഒരു 100 കിലോമീറ്റർ ഒരു വനത്തിനകത്തു കൂടിയുള്ള ഒരു റോഡുണ്ട്. ഈ റോഡ് വഴിയാണ് പോകുന്നത്. അപ്പൊ ഈ റോഡിൽ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ചെന്ന് നേരെ ഈ 100 കിലോമീറ്റർ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ചെന്ന് എത്തുന്നത് ഈ സ്ഥലത്താണ്. ഇത് തന്നെ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. നമ്മൾ ഈ പേടിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ ഇവിടെ ഈ വൃദ്ധരായിട്ടുള്ളവരെ നോക്കാനായിട്ട് ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ജോലി കിട്ടി ഇദ്ദേഹത്തിന്. അപ്പൊ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞ് അവിടെ പോകരുത്, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പ്രേതങ്ങൾ, ഒരുപാട് പ്രേതങ്ങൾ വസിക്കുന്നതിനേക്കാ പോകുന്ന കാട്ടിലായാലും ശരി തന്നെ, ആ ബിൽഡിങ്ങിലായാലും ശരി, ആ ബിൽഡിംഗ് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എത്രയോ വലിയ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്തിനകത്താണ് ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രേതങ്ങളുണ്ട്, അവിടെ ആർക്കും ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞു വിട്ടെങ്കിലും എന്തോ ഇവർ ധൈര്യപൂർവ്വം ഇവരവിടെ ജോലിക്ക് പോയി. അപ്പൊ ഇവർ സ്വയം കാർ ഓടിച്ചിട്ടാണ് ദിവസം പോകുന്നത്. രാവിലെ 10 തൊട്ട് വൈകുന്നേരം 10 മണി വരെ എന്താണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടിക്കാരൻ വന്നാൽ അയാളെ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഇവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. 9 മണി 8, 9 ഒക്കെയാണ്. പക്ഷെ മറ്റേ ആൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ താമസിച്ചു പോകും. അവിടെ ജോലിക്ക് ചെന്നപ്പം അവിടെ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പ്രത്യേകതയല്ല, പേടിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഗ്ലാസ് ചെന്നിട്ട് ആദ്യം കയറുന്ന ഒരു ഗ്ലാസ് ഡോറാണ്. ഈ ഡോർ സെൻസർ വെച്ചിട്ടുള്ളത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ ചെന്നാല് പെട്ടെന്ന് ഇതിങ്ങനെ തുറന്നു കൊടുക്കും. നമ്മൾ തുറക്കണ്ട, തന്നെ തുറയും. നമ്മൾ തുറക്കും, നമ്മൾ അവസ്ഥയോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും ഓട്ടോമാറ്റിക് അതങ്ങ് അടഞ്ഞോളും. പക്ഷേ ഈ അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ രാത്രി മിക്കവാറും ഈ ഡോറ് താനെ തുറക്കും. പക്ഷെ ആരും വരുന്നത് കാണാനില്ല. അപ്പം ഏതോ ഒരു മനുഷ്യൻ വന്നാലും അത് ഈ അതിനകത്ത് സെൻസർ മനസ്സിലാക്കിയിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നത്. അപ്പൊ അതുപോലെ എന്തോ ഒരു പവർ കൂടെ വന്നപ്പോഴത്തുകൊണ്ടാണ് ഈ ഡോർ തുറന്നു കൊടുത്തു. ഈ പവർ അകത്ത് കയറിയതിന് ശേഷം ഈ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്നു. ഇത് ഈ പോയ ആള് നേരിട്ട് കണ്ടപ്പോൾ അവര് ആദ്യം ഒന്ന് ഭയന്നു. അത് കഴിഞ്ഞ് ഈ ഡോറിന് അകത്തേക്ക് ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പം
ഈ ലിഫ്റ്റിന്റെ ഡോറും അതുപോലെ തുറക്കുന്നു, അത് അടയുന്നു. ഇതൊരു വല്ലാത്തൊരു ഇവരെ പേടിപ്പിക്കുന്ന ഒരു സംഭവമായി. ഇത് സ്ഥിരം ഒരു ദിവസത്തിൽ മിക്കവാറും സമയങ്ങളിൽ ഇതിങ്ങനെ അടഞ്ഞും തുറന്നും ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇതാണ് കൂട്ടുകാർ നേരത്തെ പറഞ്ഞു കൊടുത്ത് അവിടെ പോകരുത്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ഇവർക്ക് ഇതൊക്കെ വായിച്ചു എടുത്തും കണ്ടുമൊക്കെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് പോയി. പക്ഷെ ഇതൊക്കെ കണ്ട ആദ്യം ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് കുറെ ധൈര്യപൂർവ്വം അവർ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ഇവരുടെ കൂട്ടത്തിൽ വരാനുള്ള ഒരാള്, അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്നും ജോലി കഴിഞ്ഞിട്ട് ഈ കാടിനകത്തു കൂടിയാണ് ഇവർ ഈ വണ്ടി ഓടിച്ച് 100 കിലോമീറ്ററോളം വന്നിട്ട് പിന്നെ സിറ്റിയിൽ വന്നിട്ട് ഒക്കെ ഇവര് പോകുന്നത്. 200 കിലോമീറ്റർ ഒരു ദിവസം അവർക്ക് വണ്ടി ഓടിക്കണം, അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെയൊക്കെ ഈ നല്ല സ്പീഡിന് പോകാൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം ഇത് കണക്ക് ഇവരുടെ ഡ്യൂട്ടിക്കാരൻ, ഇവര് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് ഇവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അയാൾ 10:45 മണിയായി വന്നു. 10:45, 11 മണിയായി ഇവർ വന്നപ്പോഴത്തേക്ക്. അപ്പൊ 2 മണിക്കൂറോളം ഇവർ വണ്ടി ഓടിയാണ് തിരിച്ച് ഇവരുടെ സ്ഥലത്തെത്തുന്നത്. അതിന് 10:45, 11 മണിയായി ഇയാൾ വന്നു. ഇയാളെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് ഈ സ്ത്രീ നേരെ കാർ എടുത്തു, ഗേറ്റിന് പുറത്ത് ഇറങ്ങി കുറച്ച് ദൂരോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വളവാണ്. വളവ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ലൈറ്റ് ഒന്നുമില്ല. ഈ വളവ് വരെ ഈ ബിൽഡിങ്ങിനും ചുറ്റുപാടുമുള്ള ലൈറ്റുകളുണ്ട് ഒക്കെ ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർ ചെന്നിട്ട് ഈ വളവ് തിരിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരാളിരിക്കുന്നു. ആളെന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഒരു വെളുത്ത ഒരു രൂപം, ഒരു ഗ്ലോ പോലെ ഇരിക്കുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി, അവർക്ക് വണ്ടി നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴത്തേക്ക് ഒരു ധൈര്യം സംഭരിച്ചിട്ടുണ്ട്. ഈ ചെന്ന് കുറെ ദിവസം ആയപ്പോഴത്തേക്ക് ഡോർ അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരു കുറച്ച് ധൈര്യമായി. പക്ഷെ ഈ ആളടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന ഒരു കൊറോണ സമയത്തിനാണെന്ന് അവർ പറഞ്ഞത്. ആളടുത്തിരിക്കുന്നുണ്ട്, ആള് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ഇവർ നേരെ വണ്ടി സ്പീഡിന് വിടുകയാണ്. ഇവരുടെ നിയന്ത്രണം കംപ്ലീറ്റ് പോയൊരവസ്ഥ. റോഡിൽ ആരുമില്ല, ലൈറ്റ് ഇല്ല, ഇവർക്ക് തിരിച്ചു വരാൻ ഇവർക്ക് പറ്റുന്നില്ല. വണ്ടി നേരെ ഇവർ വിട്ടു, ഏകദേശം ഇവരുടെ വീടെത്തുന്നവരെ. അപ്പൊ ഈ കാട് കഴിഞ്ഞു, ഈ ജനവാസമുള്ള പ്രദേശത്തിലേക്ക് കയറി. അവിടെ കയറിയിട്ടും ഈ സാധനം ഈ സൈഡിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇവർ കുറച്ചുകൂടി ധൈര്യമായി. ഇവർ നേരെ വണ്ടി ഓടിച്ചു, അവരെ വീടിന്റെ അവിടെ ചെന്നു. വീടിനകത്തല്ല, വീടിന്റെ മുൻപിൽ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും ഇത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവര് ധൈര്യം സംഭരിച്ചിട്ട് അവിടെ ഇരുന്ന് അതിനോട് പറഞ്ഞു, അതിനുള്ള മുഖത്തൊന്നും നോക്കിയില്ല, അല്ലാതെ തന്നെ നേരിട്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, എന്റെ കുടുംബത്തിലേക്ക് വരരുത്, വന്നതുപോലെ തിരിച്ചു പോകാം, എനിക്ക് തിരിച്ചു കൊണ്ടുവിടാൻ പറ്റില്ല, വന്നതുപോലെ തിരിച്ചു പോകണം, ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്നവര് പറഞ്ഞിട്ട് നന്നായി കണ്ണടച്ചിരുന്നവര് പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇതിനെ കാണാനില്ല. ഇവർ നേരെ അകത്ത് പോയി ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അപ്പം ഭർത്താവ് പറഞ്ഞു, ഇനി ജോലിക്ക് പോകണ്ട. അവരൊന്നും കുഴപ്പമില്ല, ഇനി അങ്ങനെ ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ ഇവര് അവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഈ സാധനം സൈഡിലുണ്ടാകും. ഇവിടെ വന്ന് തീരുമ്പോൾ അത് കാണാനേ ഇല്ല. പക്ഷെ അടുത്ത ദിവസം തൊട്ട് ഇവർക്ക് ധൈര്യമായി. അവരെയോ അവരുടെ കുട്ടികളെയോ ഇത് ഒരു രീതിയിൽ ഉപദ്രവിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ എണ്ണി പറഞ്ഞു. അതിനുശേഷം 10 ദിവസം കൂടി ഇവര് ജോലിക്ക് പോയി. ഈ 10 ദിവസവും ഇതേ ആള് ഈ ഭാഗത്തുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ഹസ്ബൻഡിനോട് ഈ കാര്യം പറയും. അദ്ദേഹം ഒരുപാട് ഭയന്നിട്ട് പോണ്ടെന്ന്. പക്ഷെ 10ന്റെ നായപ്പോൾ അദ്ദേഹം തീർത്തും പറഞ്ഞു, ഇനി പോകരുത്. കാര്യം ഇപ്പോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു, എപ്പോഴും വേണമെങ്കിലും അതിന്റെ സ്വഭാവം മാറാം. നമ്മൾ ആരെയെങ്കിലും അത് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഉള്ളിലേക്ക് കടന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുകൊണ്ട് ഇനി പോകേണ്ട കാര്യമില്ല. അതായത് അവര് അവിടെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വണ്ടിയിലുണ്ടാകും, തിരിച്ചവരുടെ വീട് വരെ. ഇവര് ഇപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞ അത് എനിക്കൊരു കൂട്ടായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനിത് ഇന്ന് പറയാൻ കാര്യം, ഈ ഇടയ്ക്ക് 2 ദിവസത്തിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് വേറെ ആവശ്യമായിട്ട് ഇവര് നാട്ടിൽ വന്ന് എന്നെ കണ്ടിരുന്നു. വിളിച്ചിട്ടാണ് ഈ പറഞ്ഞത്, സാറിന് ഇത് അവതരിപ്പിക്കണം, എല്ലാവരോടും പറയണം, ഞാൻ സാറിന്റെ വീഡിയോ കണ്ട് എനിക്ക് ഒരുപാട് മനോധൈര്യം കിട്ടി, അതും കൂടിയാണ് എനിക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു കാരണമായത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും ഒക്കെ തോന്നി. കാര്യം വിദേശത്തിരിക്കുന്നവർക്ക് പോലും ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അനുഭവം അത് മറ്റൊരാൾക്കൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഈ സ്ഥാനത്ത് ഈ പറഞ്ഞു തരുന്ന ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ ഒന്ന് ഞെട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെങ്കിലാണെങ്കിൽ ചിലപ്പോൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ അറ്റാക്ക് വരാം. പക്ഷെ ഇതൊന്നും സംഭവിക്കാതെ വളരെ സ്മൂത്തായിട്ട് 10 ദിവസം
ഇതിനെ നേരിട്ടു എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയൊരു സംഭവമാണ്. ഞാൻ അവരെ നേരിട്ട് പരിചയപ്പെട്ടുകൊണ്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു തിരുവനന്തപുരത്ത്. വല്ലാത്ത ധൈര്യമുള്ളൊരു വ്യക്തി തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മളെല്ലാവരും. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് നമ്മളെയും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, പ്രേതം അതിൻ്റെ ഭയപ്പെടാതെ അതിൻ്റെ തോളിൽ കൈയിട്ട് നമ്മൾ പോയാലും അതൊന്നും നമ്മൾ ചെയ്യില്ല. കാരണം നമ്മൾ ഭയപ്പെട്ടാൽ മാത്രമേ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. ധൈര്യപൂർവ്വം ഇങ്ങനെ അതിൻ്റെ കൂടെ പോവുക, ശ്മശാനങ്ങളിൽ പോയിരുന്നാൽ പോലും അതൊന്നും നമ്മളെ ചെയ്യില്ല. നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ അതിന് സാധിക്കില്ല. ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് പഞ്ചഭൂത വിളവ് എന്ന് പറയും, പേടിച്ച് അലറി വിളിച്ച് നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, ആ സമയത്തിനാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതൊരു നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകണം ഈ സംഭവം എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ ഇപ്പൊ യാത്ര പോകുമ്പോൾ ഇത് കണക്കൊന്ന് ഇരിക്കട്ടെ, ഒന്ന് കൂടെ വരട്ടെ, വരൂ, എവിടെ വേണം ഇറക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കയറ്റിക്കൊള്ളൂ. നിങ്ങൾക്കിതൊരു കൂട്ടായിരിക്കും, കമ്പനി അടിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു ചുക്കും ചെയ്യില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ചില ഘട്ടങ്ങളിൽ ഉപകാരപ്രദമാകും. ആകട്ടെ, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഞാൻ ചെയ്തു തരാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.